നമ്മൾ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉഴുന്ന് കോക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂറോളം ഇത് കുതിർത്ത് വെച്ച് ഇപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലോട്ട് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. നമ്മളിതാ ഈ ഒരു രീതിക്ക് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു അളവിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത മാവൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇത്ര അളവിൽ അരിമാവ് കൂടി വറുത്ത അരിമാവ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ ഒന്ന് ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് സവാള, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളകും ഇഞ്ചിയും കൂടി ഞാൻ മിക്സിയിലിട്ട് ചതച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുരുമുളക്, ഇഞ്ചി, സവാള, അതുപോലെ പച്ചമുളക് അരിഞ്ഞിട്ടതും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി വേണമെങ്കിൽ ശകലം ഒന്ന് അടിയാൽ നമുക്കതൊന്ന് പൊള്ളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ അവിടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് അവിടെ എടുക്കുക. അത് പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നുവടയുടെ മാവ് ഇതിലേക്ക് ഇടാവും. അതിന് നമ്മൾ നല്ലപോലെ വെള്ളം കൊണ്ട് നനയ്ക്കുക. എന്നിട്ട് കയ്യിലേക്ക് ഈ മാവ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഒന്ന് കുഴഞ്ഞു പോയി. നമുക്കിനി വേറൊരു രീതിയിൽ ഇട്ട് വെക്കാം. എൻ്റെ മാവ് ഒന്ന് കുഴഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇട്ടിട്ട് നമുക്കൊന്ന് ഹോൾ ഇട്ട് വെക്കാൻ നോക്കാം. സ്പൂണ് ഈ എണ്ണ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഇത് മാവ് ഇങ്ങനെ കുഴഞ്ഞു പോയതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലാതെ തന്നെ കുറച്ചും കൂടി കട്ടിക്ക് അരച്ചെടുക്കാൻ നോക്കാം. പിന്നെ നമ്മൾ കടയിലേക്ക് ഒന്നുമല്ലല്ലോ, വീട്ടിലേക്ക് കഴിക്കാനല്ലേ. അപ്പോൾ നമുക്ക് ഷേപ്പ് ഒന്നും വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. ആളി പോകുമെന്നാണ് വിചാരിച്ചെങ്കിൽ ഏകദേശം ഒരു ഷേപ്പിൽ അത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ വേവിക്കുക. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് എടുത്തിടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മാവും കുഴഞ്ഞു പോയി. നമ്മുടെ മിക്സി കേടായതുകൊണ്ടാണ്. അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലേ അത് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ അല്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഉഴുന്നുവട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാളി പോകുമെന്ന് വിചാരിച്ച ഉഴുന്നുവട ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ കൂടി കൂട്ടി എടുത്തിട്ടുണ്ട്. എനിക്ക് ചട്നി അത്ര ഇഷ്ടമല്ല. എനിക്ക് ഉഴുന്നുവടയോട് കൂട്ടാനായിട്ട് സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്. ചൂട്